നമസ്കാരം. മലയാള ടെലിവിഷൻ പരമ്പരകളെപ്പറ്റി ചലച്ചിത്ര അക്കാദമി വൈസ് ചെയർമാൻ ശ്രീ പ്രേംകുമാർ പറഞ്ഞൊരു പ്രസ്താവനയാണ് 2 ദിവസമായി സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത്. ഞാനും അതേപ്പറ്റി അല്പം സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. വെൽക്കം ടു കിഷോർ സത്യ ടോക്സ്. ഏതൊരു കാര്യത്തിലും അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള ഭാരതത്തിൽ ജീവിക്കുന്ന നമുക്ക് എന്ത് കാര്യത്തിലും അഭിപ്രായം പറയാം. പക്ഷേ ഞാൻ ഏറെ ബഹുമാനിക്കുന്ന, ഏറെ വ്യക്തിബന്ധമുള്ള പ്രേമൻ ചേട്ടൻ്റെ പ്രസ്താവന എങ്ങനെയാണ് വ്യത്യസ്തമാകുന്നത് എന്ന് ചോദിച്ചാൽ, അങ്ങ് ഇപ്പോൾ കേവലമായൊരു നടൻ പ്രേംകുമാർ മാത്രമല്ല, മലയാള സിനിമയുടെയും ടെലിവിഷൻ്റെയും ഉന്നമനത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന ചലച്ചിത്ര അക്കാദമിയുടെ സ്വതന്ത്ര ചുമതലയുള്ള വൈസ് ചെയർമാൻ കൂടിയാണ്. അങ്ങനെയുള്ള ഒരാൾ ഒരു അഭിപ്രായം പറയുമ്പോൾ അത് കുറച്ചുകൂടെ അവധാനതയോടെ ജാഗ്രതാപൂർവ്വമാകാമായിരുന്നു എന്നുള്ളതാണ് എൻ്റെ പക്ഷം. അങ്ങയുടെ പ്രസ്താവനയിൽ ഹരീഷ് പെരാടി, സീമാജി നായർ, ധർമ്മജൻ ബോൾഗാട്ടി, നടൻ മഹേഷ് തുടങ്ങിയ നിരവധി ആൾക്കാർ പ്രതികരിച്ചിട്ടുണ്ട്. ഇതൊക്കെ വളരെ വൈകാരികമായ പ്രതികരണങ്ങളാണ്. കാരണം ടെലിവിഷനും സിനിമയും തമ്മിൽ എത്ര അന്തരമുണ്ട് എന്നുള്ളത് സിനിമയിലും ടെലിവിഷനിലും ഒരേപോലെ ജോലി ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ ടെലിവിഷനിൽ നിന്നും വന്നിട്ടുള്ള അങ്ങേക്ക് അറിയാമെന്നുള്ളൊരു പൊതുബോധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അങ്ങയിൽ നിന്നും ഇത്തരം നിരുത്തരവാദപരമായ ഒരു പ്രസ്താവന ഉണ്ടായപ്പോൾ എല്ലാവരും പ്രതികരിച്ചത്. കാരണം സിനിമ, ടെലിവിഷൻ എന്ന് ചേർത്ത് പറയുന്നുണ്ടെങ്കിലും അങ്ങേക്ക് വളരെ കൃത്യമായിട്ട് അറിയാം ഇവ തമ്മിലുള്ള സാമ്പത്തിക അന്തരം വളരെ വിദൂരമാണ്. 700 രൂപ ശമ്പളത്തിന് പോലും ജോലി ചെയ്യുന്ന ആൾക്കാർ ടെലിവിഷൻ മേഖലയിലുണ്ട് എന്ന് അങ്ങേക്കറിയാം. സിനിമ പോലെയല്ല, ഇവിടെ അന്നന്നത്തെ കിട്ടുന്ന വരുമാനം കൊണ്ട് കുടുംബം പുലർത്തി പോകുന്ന നിരവധി ആൾക്കാരുള്ള അതിദയനീയമായ ഒരു തൊഴിൽ മേഖലയാണ് ടെലിവിഷൻ എന്ന് അങ്ങേക്കറിയാം. ഈ വസ്തുതകൾ ഒരുപക്ഷെ സിനിമയ്ക്കും ടെലിവിഷനും ഉള്ളിൽ നിൽക്കുന്ന ആൾക്കാർക്കേ അറിയുള്ളൂ. പൊതുസമൂഹത്തിനെ സംബന്ധിച്ച് സിനിമ, ടെലിവിഷൻ എന്ന് പറയുമ്പോൾ 2 വലിയ ഗ്ലാമർ ഇൻഡസ്ട്രിയാണ്. ടെലിവിഷനിൽ യാതൊരു ഗ്ലാമറുമില്ല എന്ന് അങ്ങേക്കും ഉത്തമ ബോധ്യമുണ്ട്. അതുകൊണ്ടാണ് ഇത് ഒരുപാട് ആൾക്കാരെ വേദനിപ്പിക്കുന്നതും പലരും വൈകാരികമായിട്ട് പ്രതികരിച്ചതും. ചലച്ചിത്ര അക്കാദമിയുടെ വൈസ് ചെയർമാൻ എന്നുള്ള നിലയിൽ അങ്ങ് പ്രതികരിക്കുമ്പോൾ അല്പം കൂടെ ജാഗ്രത വേണമായിരുന്നു എന്ന് തന്നെയാണ് എൻ്റെ പക്ഷം. അങ്ങ് പറഞ്ഞിരിക്കുന്നത് ചില സീരിയലുകൾ എൻഡോസൾഫാനെ പോലെയാണ് എന്നാണ്, അല്ലാതെ സീരിയലുകളെ അടച്ച് അങ്ങ് ആക്ഷേപിച്ചിട്ടില്ല, അത് സമ്മതിക്കുന്നു. പക്ഷേ മാറിയ പൊതുസമൂഹത്തിൻ്റെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ള ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ആ പ്രസ്താവന ജനറലൈസ് ചെയ്യപ്പെട്ട് മാത്രമേ പുറത്തേക്ക് വരികയുള്ളൂ എന്ന് അങ്ങ് ചിന്തിക്കേണ്ടിയിരുന്നു. അങ്ങ് ചില സീരിയലുകൾ എന്ന് പറഞ്ഞാൽ പോലും സീരിയലുകളെല്ലാം എൻഡോസൾഫാനെ പോലെയാണ് എന്നൊരു പൊതുബോധം സൃഷ്ടിക്കാൻ അങ്ങയുടെ വാക്കുകൾക്ക് സാധിക്കുമായിരുന്നുള്ളൂ. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, അല്പം കൂടെ ജാഗ്രത ആകാമായിരുന്നു. അടുത്ത ഒന്ന്, അങ്ങ് പറഞ്ഞത് ടെലിവിഷൻ പരമ്പരകൾ കാണുന്ന കുട്ടികൾ ഒരുപാട് മോശപ്പെട്ട ആൾക്കാരായിട്ട് മാറിപ്പോകുന്നു എന്നുള്ളതാണ്. ഞാൻ അങ്ങയുടെ അറിവിലേക്ക് പറയട്ടെ, ഇന്ന് എത്ര വീടുകളിലാണ് നമ്മുടെ കുട്ടികൾ, അല്ലെങ്കിൽ സ്കൂളിൽ പോകുന്നവരോ കോളേജിൽ പോകുന്നവരോ മലയാള ടെലിവിഷൻ പരമ്പരകൾ കാണുന്നത്? എൻ്റെ അറിവിലില്ല. പകരം നമ്മുടെ യുവത മുഴുവൻ കാണുന്നത് വെബ് സീരീസുകളും അതുപോലുള്ള കാര്യങ്ങളാണ്. ഇതെല്ലാം യാതൊരു സെൻസറിങ്ങും ഇല്ലാതെയാണ് നമ്മുടെ OTT പ്ലാറ്റ്ഫോമുകളിൽ വിരൽത്തുമ്പിൽ ഇവർക്ക് കിട്ടുന്നത് എന്നുള്ള വസ്തുത അങ്ങ് മറക്കരുത്. അതിന് യാതൊരുവിധ സെൻസറിങ്ങും ഇല്ല. ഞാനൊന്ന് ചോദിച്ചോട്ടെ, മലയാള ടെലിവിഷൻ പരമ്പരകളിൽ എവിടെയാണ് ഒരു മോശപ്പെട്ട കാര്യങ്ങൾ, അശ്ലീലമായ വസ്ത്രധാരണം നിർവഹിച്ച ആൾക്കാർ, അല്ലെങ്കിൽ മോശപ്പെട്ട സംഭാഷണങ്ങൾ, അല്ലെങ്കിൽ നമ്മളീ പറഞ്ഞ ഡ്രഗിനെ അല്ലെങ്കിൽ അതുപോലുള്ള മയക്കുമരുന്നുകളെ ഗ്ലോറിഫൈ ചെയ്യുന്ന രംഗങ്ങൾ, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ മലയാള ടെലിവിഷൻ പരമ്പരകളിൽ ഇല്ല. നമ്മുടെ യുവത കാണുന്ന ഈ പുതിയ തരം അൺസെൻസേർഡ് OTT പ്ലാറ്റ്ഫോമുകളിൽ വരുന്ന അൺസെൻസേർഡ് ആയിട്ടുള്ള കണ്ടൻറ്റുകളിൽ നിറഞ്ഞു നിൽക്കുന്നത് ഈ പറയുന്ന അശ്ലീലവും അല്ലെങ്കിൽ മയക്കുമരുന്നുകളുടെ അമിത ഉപയോഗവും അവയുടെ ഗ്ലോറിഫിക്കേഷനും നഗ്നരംഗങ്ങളും ഒക്കെ അല്ലേ? അത് വെച്ച് താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ ഇത്തരം കണ്ടൻറ്റുകൾ കാണുന്ന ആൾക്കാരല്ലേ മോശമായി പോകുന്നത്? എങ്ങനെയാണ് ഇതൊന്നും ഇല്ലാത്ത നമ്മുടെ കുട്ടികൾ നശിച്ചു പോകുന്നത്? അപ്പോൾ അവിടെയും അങ്ങേക്ക് അല്പം കൂടെ ജാഗ്രതയോടെ പ്രതികരിക്കാമായിരുന്നു. തീർച്ചയായിട്ടും കണ്ടൻറ്റുകൾ, ഉള്ളടക്കം നന്നാവേണ്ടത് തന്നെയാണെന്നാണ് എൻ്റെ പക്ഷം. കഴിഞ്ഞ ദിവസം വനിതാ കമ്മീഷൻ്റെ ഒരു പ്രസ്താവനയെ സംബന്ധിച്ച് ഞാൻ സംസാരിച്ച കൂട്ടത്തിൽ അത് ഞാൻ പറഞ്ഞിരുന്നു. അങ്ങേക്ക് അറിവിൽ ഉള്ള കാര്യമാണെങ്കിൽ ഒരിക്കൽ കൂടി പറയട്ടെ, നമ്മുടെ പ്രേക്ഷകർ കാണുന്ന കണ്ടൻറ്റുകളല്ലേ ടെലിവിഷൻ പരമ്പരകളിൽ നമ്മൾ നൽകുന്നത്. പ്രേക്ഷകർ നല്ലത് മാത്രം കാണാൻ തീരുമാനിച്ചാൽ, പ്രേക്ഷകൻ ഈ പറഞ്ഞ എൻഡോസൾഫാൻ കുടിക്കില്ല എന്ന് തീരുമാനിച്ചാൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. ഓരോ പ്രേക്ഷകനും അവൻ്റെ കയ്യിൽ റിമോട്ട് കൺട്രോളുമായിട്ട് ഇരിക്കുമ്പോൾ ഇത് എൻഡോസൾഫാൻ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ബട്ടൺ ഞെക്കിയാൽ മാറാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. ഞാനൊരു ഉദാഹരണം കൂടെ പറഞ്ഞോട്ടെ. രാവിലെ ഒരു സ്ഥലത്ത് പോകാൻ ഇറങ്ങുമ്പോൾ അപ്പുറത്തെ വീട്ടിലെ ഒരു സുഹൃത്ത് കൊണ്ട് നമുക്കൊരു മുന്തിരി ജ്യൂസ് തരുന്നു. നമ്മൾ കുടിക്കാൻ തുടങ്ങുമ്പോൾ പറയുന്നു, ഇതിൽ ഞാൻ രുചിക്ക് വേണ്ടി അല്പം ഫ്യൂരിഡാൻ ചേർത്തിട്ടുണ്ട്. നമ്മളത് കുടിക്കില്ല, കാരണം അത് വിഷമാണെന്ന് നമുക്കറിയാം. ഇനി അഥവാ അത് മനസ്സിലാക്കാതെ കുടിക്കുകയാണെങ്കിലും ഒരാൾ മരിച്ചു വീഴുമ്പോൾ, അല്ലെങ്കിൽ ഇതേ ജ്യൂസ് കുടിച്ച് 1-2 ആൾക്കാർ മരിച്ചു വീഴുമ്പോൾ ആ ജ്യൂസ് അപകടകാരിയാണെന്ന് പൊതുമണ്ഡലത്തിന് തിരിച്ചറിയാൻ സാധിക്കില്ലേ? ആ ഒരു തിരിച്ചറിവ് പ്രേക്ഷകൻ കൂടെ ഉപയോഗിച്ചാൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. മോശമാണെങ്കിൽ കാണാതിരിക്കുക, നല്ലതിനെ പ്രോത്സാഹിപ്പിക്കുക. ദയവായി
അങ്ങ് ഉത്തരവാദിത്തപ്പെട്ട മലയാള ചലച്ചിത്ര അക്കാദമിയുടെ വൈസ് ചെയർമാൻ എന്നുള്ള നിലയിൽ ഇത്തരം കയ്യടി കിട്ടുന്ന പ്രസ്താവനകളിൽ നിന്ന് മാറി നിന്നുകൊണ്ട് നമ്മുടെ ഈ ടെലിവിഷൻ പരമ്പരകളുടെ ഉള്ളടക്കം മെച്ചപ്പെടുത്താനും ഇവിടുത്തെ തൊഴിൽ സാഹചര്യം മെച്ചപ്പെടുത്താനും തൊഴിലിടത്തിലുണ്ടാകുന്ന സുരക്ഷയും സമാധാനവും അല്ലെങ്കിൽ അടിസ്ഥാന സൗകര്യവും വികസിപ്പിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് ചലച്ചിത്ര അക്കാദമിയുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു നീക്കമുണ്ടായാൽ അതായിരിക്കും ഒരു ടെലിവിഷൻ സിനിമാ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ നമ്മുടെ ഇൻഡസ്ട്രിക്ക്, സിനിമയ്ക്കും ടെലിവിഷനും അങ്ങേക്ക് നൽകാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം എന്ന ഒരു ചെറിയ കാര്യം കൂടെ അങ്ങോട്ട് സൂചിപ്പിച്ചുകൊണ്ട് ഈ സംസാരം അവസാനിപ്പിക്കുന്നു. താങ്ക് യു.